അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന് വിളിമ്പിലേക്ക് അഭിഷേക തൈലം ഒഴുകുകയാണ്. മറ്റ് 11 ഗോത്രങ്ങൾക്ക് ആർക്കും അനുഭവിപ്പാൻ കഴിയാത്തതായ വിലയേറിയ അഭിഷേകം ഇതാ ലേവിയ ഗോത്രക്കാരനായ അഹരോന്റെ മേൽ ഒഴുകുമ്പോൾ ന്യായമായും ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്തത് നിനക്ക് ദൈവം തന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, മറ്റാരും ചുമക്കാത്തത്, മറ്റാരും ചെയ്യാത്തത്, മറ്റാരും പറയാത്തത്, അതെ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവസഭയിൽ പലരും ചുമക്കുമ്പോൾ ന്യായമായി നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കർത്താവ് അവനെ പ്രയോജനപ്പെടുത്തുന്നു? കാണുന്ന മണ്ഡലത്തിൽ മഹത്വത്തിന് ഉയരമുണ്ടെങ്കിൽ കാണാത്ത മണ്ഡലത്തിൽ ഒരു വില കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നലകളിൽ നുറുങ്ങിയവർ, കരഞ്ഞവർ, തകർക്കപ്പെട്ടവരെങ്കിൽ മനുഷ്യരാരും അത് കണ്ടില്ല, പക്ഷെ ദൈവം അത് കണ്ടു. കാണാത്ത മണ്ഡലത്തിൽ നിങ്ങളൊരു വില കൊടുത്തെങ്കിൽ കാണുന്ന മണ്ഡലത്തിൽ ഒരു ജയം, മഹത്വം, വിടുതൽ നിങ്ങൾ ചുമക്കുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് ഫാമിലി വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും വൃഥാവായി തീരത്തില്ല. ആമേൻ. യാക്കോബിന്റെ പുത്രന്മാർ 12 പേരാണ്. 11 ഗോത്രങ്ങളും സമാഗമന കൂടാരത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഒരേ ഒരു ഗോത്രം, ലേവിയ ഗോത്രം മാത്രം പ്രകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്ത് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നു. വേറെ ആർക്കുമില്ലാത്ത ഒരു ശുശ്രൂഷ, അതും മഹത്വത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുകയാണ്. എന്താ ലേവിനെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുപ്പാൻ ഉള്ളതായ കാര്യം? ഇന്നും പലരെ ദൈവം പ്രയോജനപ്പെടുത്തുമ്പോൾ മാറുന്നത് കുറ്റം പറയരുത്. പകരം കാണുന്ന മണ്ഡലത്തിൽ അവർ മഹത്വം ചുമക്കുന്നെങ്കിൽ കാണാത്ത മണ്ഡലത്തിൽ അവരെന്തോ വില കൊടുത്തിട്ടുണ്ട്. ലേവിനെ എന്തുകൊണ്ടാണ് ദൈവം തന്നെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ലേവിന് പറവാൻ ഒരു കഥയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ലേവിന്റെ സാക്ഷ്യം, ജയത്തിന്റെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ദാറ്റ്സ് ദ സീക്രട്ട് ബിഹൈൻഡ് ഹിസ് സക്സസ്. അവന്റെ ജയത്തിന്റെ പിൻപിലുള്ള രഹസ്യം അതാണ്. അതെ, ഉൽപ്പത്തി 49, 5, 6, 7. ശിമിയോനും ലേവിയും സഹോദരന്മാർ, അവിടെ വാളുകൾ, സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ ഉള്ളമേ അവിടെ മന്ത്രണത്തിൽ കൂടരുതേ, എൻ മനമേ അവിടെ യോഗങ്ങളിൽ ചേരരുതേ. അവിടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയെ അവർ ഉടച്ചു. അവിടെ ഉഗ്ര കോപം, കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. അവർ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൻ ചിതറിക്കുകയും ചെയ്യും. 7 വാക്യം ആദ്യ ഭാഗം, അവിടെ ഉഗ്ര കോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഈ പ്രസ്തുത വേദഭാഗത്തിന് പിൻപിൽ വളരെ വിസ്തരിക്കുന്നതായ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഇതിവൃത്തമുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ദൈവം സീസന്റെ ദൈവമല്ല, ദൈവമായ കർത്താവ് തലമുറകളുടെ ദൈവമാണ്. ഈസ് ഗാഡ് ഓഫ് ജനറേഷൻ, നോട്ട് ദ ഗാഡ് ഓഫ് സീസൺസ്. ചില കാലത്തിനല്ല ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നത്, തലമുറയായി ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. വലിയ മച്ചയായ ലോവീസ്, അവളിൽ നിന്ന് യൂണിക്ക, എന്നിട്ട് അവരിൽ നിന്ന് തീമത്യോസ്. പുതിയ നിയമത്തിൽ പോലും തലമുറയായിട്ടുള്ള അനുഗ്രഹങ്ങൾ, വിശ്വാസം വ്യാപിക്കുന്നത് പോലെ അബ്രഹാമിൽ നിന്ന് അതെ ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ഇപ്പോൾ പടുവൃദ്ധൻ ആയിരിക്കുന്നു. യാക്കോബ് മരിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്. ഇപ്പോൾ ഇതാ 4th ജനറേഷൻ, 4ാം തലമുറ ആ അനുഗ്രഹം ഏറ്റെടുക്കുവാൻ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കുകയാണ്. ആ ഭവനത്തിലേക്ക് നോക്കിയാൽ അവിടെ ബാലിക്കാർ, അവിടെ ദാസിദാസന്മാർ, അതെ കൂലിക്കാർ, അടിമകൾ, അങ്ങനെ പലതരത്തിലുള്ളതായ ജോലിക്കാരെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. അവിടെ സ്നേഹിതന്മാരുണ്ട്, ദേശത്തിലെ പ്രമുഖരുണ്ട്. നാട്ടുപുറത്ത് അല്ലെങ്കിൽ പട്ടണത്തിലൊക്കെ ഒരു വിവാഹം നടക്കുമ്പോൾ പലരും നമ്മൾ ക്ഷണിച്ചു കൂട്ടുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ, ഒരു പ്രത്യേക മംഗള പരിപാടി അവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത തലമുറയെ യാക്കോബ് അനുഗ്രഹിക്കാൻ പോകുന്നു. യാക്കോബിലേക്ക് നോക്കിക്കേ, വിശിഷ്ട വസ്ത്രം ധരിച്ച് തൻ്റെ മക്കളെ അനുഗ്രഹിപ്പാൻ അവൻ ഒരുങ്ങിയാണ്. യാക്കോബിന്റെ 12 പുത്രന്മാരും മൂത്തവൻ തുടങ്ങി ഇളയവർ വരെ അപ്പനിൽ നിന്ന് ആ അനുഗ്രഹം പ്രാപിപ്പാൻ അവർ തങ്ങളെ തന്നെ ഒരുക്കിയിരിക്കുന്നു. അവരും വിശിഷ്ട വസ്ത്രം ധരിച്ചിരിക്കുന്നു. എല്ലാവരും ആവേശത്തിലാണ്, ഏവരും വലിയ പ്രതീക്ഷയിലാണ്, ഏവരും വളരെ സന്തോഷത്തിലാണ്. എങ്ങും ഉത്സവ തിമിർപ്പ്. ആ സമയം ഇതാ വന്നെത്തി. യാക്കോബ് ആ പ്രത്യേക പീഠം പോലെയുള്ളതായ ആ സ്വസ്ഥാനത്ത് വന്ന് ഇരുന്നു. യാക്കോബിന്റെ മക്കൾ മൂത്തവൻ രൂബേനിത അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ മുന്നോട്ട് കടന്നു വരുന്നു. ദേശവാസികളും മറ്റു പുത്രന്മാരും ദാസിദാസന്മാർ ഉൾപ്പെടെയുള്ളതായ ജോലിക്കാരെല്ലാവരും നോക്കിയിരിക്കെ അപ്പനാകുന്ന യാക്കോബ്
തൻ്റെ ശബ്ദമുയർത്തി അതേ രൂപേനെ അനുഗ്രഹിച്ചു. എന്നാൽ ജ്യേഷ്ഠ സഹോദരനെ അനുഗ്രഹിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങളും കടന്നുപോയി അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് ലേവിനും അതുപോലെ ശിമിയോന് കടന്നു വന്നപ്പോൾ ഏത് ശബ്ദത്തിലാണോ രൂപേനെ അനുഗ്രഹിച്ചത്, അതേ ശബ്ദത്തിലും ശക്തിയിലും അവരെ ശപിച്ച ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യാക്കോബാകുന്ന അപ്പൻ രഹസ്യത്തിലല്ല, പരസ്യത്തിൽ എല്ലാവരും കേൾക്കെ രണ്ട് ഗോത്രങ്ങളെ, രണ്ട് പുത്രന്മാരെ ശപിച്ചു. ഒന്ന് ശിമയോൻ, മറ്റൊന്ന് ലേവി. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, അയ്യോ എൻ്റെ അപ്പൻ എന്നെ ശപിച്ചു, എൻ്റെ അമ്മ എന്നെ ശപിച്ചു. അല്ലെങ്കിൽ ഒരു ശാപഗ്രസ്തമായ കുടുംബത്തിൽ ഞാനിതാ ജനിച്ച് വളർത്തപ്പെട്ടിരിക്കുന്നു, പൂർവികരുടെ ശാപമിതാ ഞാൻ ചുമന്നുകൊണ്ട് ഇരിക്കുന്നു. സഹോദരങ്ങളെ, രണ്ടിൽ ഒന്ന് നിങ്ങൾ അനുഭവിക്കും. ഒന്നുകിൽ നിങ്ങൾ ശിമിയോനെ പോലെയാകും, ഇല്ലെങ്കിൽ നിങ്ങൾ ലേവിയെ പോലെയാകും. എന്നാൽ ശിമിയോൻ എൻ്റെ പ്രത്യേകത, ശിമിയോൻ ദൈവത്തിങ്കിലേക്ക് വന്നില്ല. അപ്പൻ കൊടുത്തതായ ശാപത്തിൽ ശിമിയോൻ തകർന്നു പോയി. എങ്ങനെ പറയാൻ കഴിയും? ആവർത്തന പുസ്തകം 33-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മോശെ 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുകയാണ്. മോശെ നാളുകൾക്ക് ശേഷം 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ ലിസ്റ്റിൽ ശിമിയോൻ ഇല്ല. പിന്നത്തേതിൽ ശിമിയോൻ ആ അനുഗ്രഹം ഏറ്റെടുത്തില്ല. അപ്പന്റെ ശാപത്തിൽ അവൻ മുങ്ങിപ്പോയി. എന്നാൽ അവിടെയും ആ പ്രതിസന്ധിയിലും ആ വെല്ലുവിളിയിലും ആ ശാപശബ്ദത്തിലും തല ഉയർത്തി ലേവി നിൽക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെന്നല്ല, കണ്ണുനീര്, വെല്ലുവിളി, തകർച്ച, പ്രതിസന്ധി, ശത്രുത, ഗൂഢാലോചന സഭയ്ക്ക് പുറത്തു നിന്നും സഭയ്ക്കകത്തു നിന്നും കടന്നു വരും. രണ്ടിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്നുകിൽ നിങ്ങൾ ആ വിഷയങ്ങളിൽ തകർക്കപ്പെടും, ഒന്നുകിൽ ആ ശാപങ്ങളിൽ ശിമിയോന് തത്തുല്യമായി നിങ്ങൾ അപ്രത്യക്ഷമാകും. ഇല്ല എങ്കിൽ നിശ്ചയമായി തലയിൽ നിന്ന് അതെ താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിപ്പിലേക്ക് അഭിഷേക തൈലം ഒഴുകുന്നവനായി സകലതിനെയും ജയിച്ച് സകലരെയും ജയിച്ച് സകല നാമത്തിനു മേലായ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾ തോൽക്കുന്നവരാകല്ലേ, നിങ്ങൾ ജയിക്കുന്നവരാകട്ടെ. അതെ, കുടുംബത്തിൽ പ്രശ്നം കാണാം, അപ്പൻ നിങ്ങളെ ശപിച്ചിരിക്കാം, അമ്മ നിങ്ങളെ ശപിച്ചിരിക്കാം, ശാപഗ്രസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത്. അയ്യോ, എനിക്ക് മുറിവുകൾ, എനിക്ക് ഭാരം, എനിക്ക് കണ്ണുനീര്, ഞാൻ മാത്രം ഇങ്ങനെയായി, ഞാൻ മാത്രം പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല, എൻ്റെ മുൻപിൽ മാത്രം വാതിലുകളെല്ലാം അടയുന്നു, എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു നന്മയും ഉണ്ടാകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കാതെ നിന്റെ ഭാരം കർത്താവിൽ ഇട്ടാട്ടെ. നിന്റെ ഭാരവുമായി യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് പോയാട്ടെ. നിന്റെ ഭാരത്തെ യേശുവിൻ്റെ മേൽ ഇട്ടിട്ട് യേശുവിൻ്റെ നന്മയെ നിന്നിലേക്ക് ഏറ്റെടുക്കുക. അതാണ് ലേവി ചെയ്തത്. വേദപുസ്തകം പറയുന്നു, യാക്കോബ് ലേവിയെ പരസ്യമായി ശപിക്കുകയുണ്ടായി. പക്ഷെ എന്നിരുന്നാലും ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പ്രവേശിച്ചു. മോശെ പർവ്വതത്തിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ കയറിപ്പോയി. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൽപ്പലകയുമായി മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അക്ഷമരായ ജനം അഹരോനോട് ഇവണ്ണം പറയുന്നു, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. എവിടെ എഴുതിയിരിക്കുന്നു? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം. ഞങ്ങൾക്കിതാ ഒരു ദൈവത്തെ വേണമെന്ന് അഹരോനോട് ജനമിത വാശി പിടിക്കുമ്പോൾ അഹരോനിത ഒരു കാളക്കുട്ടിയെ വാർത്തു കൊടുക്കുന്നതായി തിരുവചനം പഠിപ്പിക്കുന്നു. ജനത്തിന് ആവേശമായി അവർ തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാനും എഴുന്നേറ്റു. കാളക്കുട്ടിയുടെ ചുറ്റും കിടന്ന് ആ ജനം ചാടുകയാണ്. ഹേ കാളക്കുട്ടി, കാളക്കുട്ടി എന്ന് പറഞ്ഞ് അവർ ചാടുകയാണ്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, അവരെല്ലാവരും ചാടി, എല്ലാവരും ബഹളം വെച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഗോത്രം ഒഴികെ അതിൽ നിന്ന് മാറി ആ സന്തോഷത്തിലും ആ ഉല്ലാസത്തിലും ആ സെലിബ്രേഷൻ ആഘോഷത്തിൽ ഉൾപ്പെടാതെ മാറിയിരിക്കുന്ന ഒരേ ഒരു ഗോത്രത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ലേവിയ ഗോത്രം. ലേവിയ ഗോത്രം എന്താണ്? അപ്പന്റെ ശാപം ചുമന്ന് ദുഃഖിച്ചും തകർന്നും നുറുകിയവരുമായി അവരിതാ മാറിയിരിക്കുകയാണ്. ഇന്നും ആരോ പറയുന്നു, എനിക്കെന്നും കണ്ണുനീരാണ്, ഞാൻ ദുഃഖത്തിൽ കഴിയുന്നു, എൻ്റെ ഭവനത്തിൽ ഇതാ വേദനകൾ തളം കെട്ടി കിടക്കുന്നു, കണ്ണുനീരിൻ്റെ വീട്ടിലാണ് ഞാൻ പാർക്കുന്നത്, നിലവിളിയുടെ ഭവനത്തിലാണ് ഞാൻ വസിക്കുന്നത്. അതെ, നാട്ടിലൊക്കെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ കുളങ്ങളും തടാകങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് പോലെ നിങ്ങളുടെ വീട് വ്യസനത്തിൻ്റെ വീടാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ശാപം ഇന്ന് പകൽക്കാലം തകർക്കപ്പെടട്ടെ. വിഷയങ്ങളിലും
പ്രതിസന്ധികളും വേദനകളും അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. പകരം നിങ്ങൾ ജീവിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കേണ്ടത്. സങ്കീർത്തനം 16:11 പറയുന്നു, അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ കെട്ടി നിൽക്കുന്നതായ എല്ലാ വ്യഥകളും വേദനകളും കണ്ണുനീരുകളും വിട്ടുമാറട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ നിരാശകൾ പുറത്തു വരട്ടെ. പകരം ദുഃഖത്തിന്റെ പുത്രനായിട്ടല്ല, ദുഃഖത്തിന്റെ പുത്രിയായിട്ടല്ല, സന്തോഷത്തിന്റെ മകനായി, സന്തോഷത്തിന്റെ മകളായി ജീവിച്ചാട്ടെ. ലേവ്യൻ അപ്പന്റെ ശാപത്തെ ചുമന്ന് ദുഃഖിച്ച്, എനിക്ക് തോന്നുന്നു താടിക്ക് കൈയും കൊടുത്ത് മറ്റുള്ളവരെല്ലാവരും ആ കാളക്കുട്ടിയുടെ ചുറ്റും കിടന്ന് ചാടുമ്പോൾ ഞാൻ മാത്രം ശപിക്കപ്പെട്ടു, എനിക്ക് മാത്രം ഈ കണ്ണുനീരെന്ന് പറഞ്ഞ് അവന്റെ വ്യഥയോടെ മാറിയിരിക്കുകയാണ്. ബട്ട് ഓൾ ഓഫ് ഹിസ് സഡൻ വളരെ പെട്ടെന്ന് ഒരു ശബ്ദം എല്ലാവരും പാളയത്തിന്റെ വാതിക്കൽ നിന്ന് കേൾക്കുന്നു. പർവ്വതത്തിൽ നിന്ന് താഴേക്ക് കൽപ്പലകയുമായി ഇറങ്ങി വന്നതായ മോശ ശബ്ദമുയർത്തി. ആ പ്രവാചകൻ, ആ ലീഡർ, ആ നേതാവ്, ആ ഇടയൻ ശബ്ദമുയർത്തി ഈ പ്രകാരം വിളിച്ചു പറയുന്നു, those who are in the Lord's side, let him gather over here. കർത്താവിന്റെ സന്നിധിയിലുള്ളവൻ, യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ ഗോത്രം ചലിച്ചില്ല. യഹൂദ വന്നില്ല, രൂബേൻ വന്നില്ല, ദാനോ നഫ്താലിയോ സെബൂലൂനോ വന്നില്ല. പക്ഷേ യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തിരുവചനം പറയുന്നു, ലേവി മാത്രം എഴുന്നേറ്റു. ലേവി മാത്രം ചലിക്കുന്നു. ലേവി മാത്രം എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുകയാണ്. തന്റെ മുൻപിൽ മറ്റ് ഗോത്രങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അവൻ പറഞ്ഞു കാണും, ദാനെ ഒന്ന് നീങ്ങിക്കേ, സെബൂലൂനെ ഒന്ന് മാറിക്കേ, നഫ്താലിയെ ഒന്ന് വഴി തന്നേ, യഹൂദയെ ഞാനൊന്ന് മുന്നോട്ട് പോട്ടെ. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശാപം കേട്ടവൽ ഒരുത്തൻ ഞാനാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീർ കണ്ടവൾ ഒരുത്തൻ ഞാനാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വ്യഥയും പ്രതിസന്ധിയും അനുഭവിച്ചവൻ ഞാനാണ്. പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പ്രതികൂല അനുഭവങ്ങളുടെ നടുവിൽ ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും എന്ന് ലേവ്യൻ മുന്നോട്ട് വന്നു പറഞ്ഞു. അതെ, ഈ ദിവസം നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, പ്രയാസങ്ങളും പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ഞാൻ ദൈവത്തിന് വേണ്ടിയുണ്ട്, യഹോവയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് ലേവ്യൻ വന്നതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ അതെ കടന്നു വന്ന് പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ലേവി മുന്നോട്ട് കടന്നു വന്ന് പറയുന്നു, ഐ വിൽ സ്റ്റാൻഡ് ഫോർ മൈ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. കഴിഞ്ഞ 31 വർഷമായി ദൈവത്തിന്റെ സുവിശേഷം ഞാൻ പറയുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ കൾച്ചറുകളിൽ, വിവിധ ലാംഗ്വേജ് ഗ്രൂപ്പിൽ, വിവിധ വിഭാഗങ്ങളിൽ, സംഘടനകളിൽ കടന്നു പോകുമ്പോൾ അനേകർ പറയാറുണ്ട്, ഞങ്ങൾ ഉപദേശത്തിന് വേണ്ടി നിന്നു. ചിലർ പറയും, ഞങ്ങൾ അതെ വേർപാടിന് വേണ്ടി നിന്നു, ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിന്നു, രോഗശാന്തിക്ക് വേണ്ടി നിന്നു, അതിന് നിന്നു, ഇതിനു വേണ്ടി നിന്നു എന്ന്. എന്നാൽ ലേവ്യൻ പറയുന്നത്, ഞാൻ ഉപദേശത്തിന് വേണ്ടി നിന്നെന്നല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നെന്നല്ല, എൻ്റെ പാസ്റ്ററിന് വേണ്ടി ഞാൻ നിന്നു എന്നല്ല, എൻ്റെ സാറിൻ്റെ ലോബിയിൽ ഞാൻ നിന്നു എന്നല്ല, പകരമാൻ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിന്നു. ആർക്ക് വേണ്ടി? ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിന്നു. ഇന്ന് മനുഷ്യർക്ക് വേണ്ടി നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, സാറന്മാർക്ക് വേണ്ടി നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, ലോബികൾക്ക് വേണ്ടി നിൽക്കുന്നവർ ഉണ്ടായിരിക്കാം, സ്ഥാനത്തിനും മാനത്തിനും വോട്ടിനും പണത്തിനും വേണ്ടി നിൽക്കുന്നവരുണ്ടായിരിക്കാം, പാപത്തിനും ലോകത്തിനും വേണ്ടി നിൽക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങളെല്ലാവരും ലജ്ജിച്ചു പോകും, നിങ്ങളെല്ലാവരും ബാബേൽ ഗോപുരം പോലെ തകർന്നു പോകും. എന്നാൽ ലോകത്തിൽ ഒരു കൊടുങ്കാറ്റിനും ഒരു പേമാരിക്കും ഒരു മനുഷ്യനും ഒരു പിശാചനും തകർക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരേ ഒരുവനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. അവൻ മനുഷ്യന് വേണ്ടിയല്ല നിൽക്കുന്നത്, അവൻ ദൈവത്തിന് വേണ്ടിയായിരിക്കും നിൽക്കുന്നത്. തീരുമാനിച്ചാട്ടെ, ഏറ്റവും കൂടുതൽ കണ്ണുനീര് എനിക്കാണ്, ഏറ്റവും കൂടുതൽ വ്യഥ എനിക്കാണ്, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി എനിക്കാണ്. എന്നാൽ ഈ മുള്ളുകളുടെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ വേദനകളുടെ നടുവിലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരുടെ മുമ്പിലും നിങ്ങൾ മുട്ടുമടക്കുവാൻ പോകുന്നില്ല. ഒന്നിൻ്റെ മുമ്പിലും ഒരുത്തൻ്റെ മുൻപിലും നിങ്ങളുടെ തല കുനിവാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ സൂര്യൻ ഒരിക്കലും അസ്തമിച്ചു പോകത്തില്ല. ഈ ലോകത്തിലെ പല സൂര്യന്മാർ അസ്തമിക്കുമായിരിക്കും, പക്ഷെ നീതി സൂര്യനാകുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അസ്തമിക്കത്തില്ല. കണ്ടീഷൻ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. എത്ര വലിയ ഫയറി ഫർണസ് ആണെങ്കിലും, എത്ര വലിയ തീച്ചൂളയാണെങ്കിലും, ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേർ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ 4ാമതായി കർത്താവ് ഇറങ്ങി നിന്നതുപോലെ തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, കോഴിക്കോട്, ബോംബെ, ഡൽഹി, കൽക്കട്ട,
ഇല്ല, അമേരിക്കൻ ഐക്യനാടുകൾ, യൂറോപ്പിന്റെ പ്രദേശങ്ങൾ, ഓഷ്യാനിക് നേഷൻസ് ആയ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, എവിടെ എന്നെ കേൾക്കുന്ന മലയാളികളാണെങ്കിലും യേശുവിൻ നാമത്തിൽ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ തളർന്നു പോകാതെ നിൽക്കുന്നത് ഈ തലമുറ കാണുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ ജയിച്ചു നിൽക്കുന്നത്, ജയത്തിന്റെ കൊടി നിങ്ങൾക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു. 100% ദൈവത്തിന് വേണ്ടി നിന്നാട്ടെ. ലേവ്യൻ മാത്രം ഇതാ എഴുന്നേറ്റ് മുന്നോട്ട് കടന്നു വന്ന് പറയുന്നു, ഐ വിൽ സ്റ്റാൻഡ് ഫോർ മൈ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഉടനെ ദൈവം അതെ മോശയോട് പറയുന്നു, മോശേ നോക്ക്, അവൻ എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ് അത് എൻ്റെ സന്നിധിയിൽ വരികയാണ്. അവൻ പണത്തിന് വേണ്ടിയല്ല, പേരിനല്ല, പ്രസിദ്ധിക്കല്ല, കൃപാവരങ്ങൾക്കല്ല, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടിയല്ല. പകരം അവൻ എനിക്ക് വേണ്ടി നിൽക്കും. 100% അവനെ തന്നെ മറന്ന്, അവൻ്റെ ദുഃഖങ്ങളെ മറന്ന്, അവൻ്റെ അതെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറന്ന് എനിക്ക് വേണ്ടി അവൻ നിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് സെപ്പറേറ്റ് ഹിം, കോൺസിക്രേറ്റ് ഹിം, അനോയിന്റ് ഹിം ആസ് ദ പ്രീസ്റ്റ് ഓഫ് ദാറ്റ് ജേക്കബ് ഫാമിലി. അതെ, അവനെ വേർതിരിക്ക്, അവനെ ശുദ്ധീകരിക്ക്, അവനെ അഭിഷേകം ചെയ്യ്. അവൻ ആ യാക്കോബിന്റെ കുടുംബത്തിന് അവൻ പുരോഹിതൻ ആയിരിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, എത്ര അത്ഭുതകരമായ വചനം! തമ്പുരാൻ പറയുന്നു, എനിക്കൊരു മധുര പ്രതികാരം ചെയ്യുവാൻ ഉണ്ട്. എവിടെയാണോ മറ്റുള്ളവർ നിന്നെ കരയിപ്പിച്ചത്, എവിടെയാണോ മറ്റുള്ളവർ നിന്നെ ശപിച്ചത്, എവിടെയാണോ മറ്റുള്ളവർ നിന്റെ തല കുനിയിപ്പിച്ചത്, അവരുടെ മുൻപിൽ എനിക്ക് നിന്നെ മാനിക്കുവാൻ ഉണ്ട്. ഇന്ന് പകൽ സഭയ്ക്കകത്താകട്ടെ, ഓഫീസിലാകട്ടെ, നാട്ടിലാകട്ടെ, ബന്ധുക്കളുടെ നടുവിലാകട്ടെ, എവിടെയാണോ മറ്റുള്ളവർ ദുഷ്ട മനുഷ്യർ നിങ്ങൾക്കെതിരെ വാടകോരി നിൽക്കുന്നത്, അവരുടെ മുൻപിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. നസറേത്തിലെ ആശാരി ഈ ദൂത് നിങ്ങൾ കേൾക്കുന്ന റൂമിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ശവപ്പെട്ടിക്ക് അളവെടുക്കാനല്ല അവൻ നിങ്ങളുടെ റൂമിൽ നിൽക്കുന്നത്, ശത്രുക്കൾക്ക് മുന്നിൽ മേശ പണിവാൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മയുടെ, ഒരു മധുര പ്രതികാരത്തിന്റെ അതേ മേശ തമ്പുരാൻ പണിവാൻ വേണ്ടി പോകുന്നു. ആരാണോ നിന്നെ ചവിട്ടി തേച്ചത്, ആരാണോ നിന്നെ തകർക്കാൻ നോക്കുന്നത്, നീ തീർന്നെന്ന് പറയുന്നത്, അവരുടെ മുൻപിൽ ദൈവം രഹസ്യത്തിലല്ല, പരസ്യമായി തന്നെ അത്ഭുതകരമായ ദൈവകൃപയാൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ആ കുടുംബത്തിൽ പുരോഹിതനായി ദൈവമായ കർത്താവ് ലേവ്യനെ അഭിഷേകം ചെയ്തു. ലേവ്യനെ ദൈവം തന്നെ മാനിച്ചത് കുറച്ച് പുൽമേടയോ, കുന്നിൻ ചെരുവോ, അതെ പർവ്വത പ്രദേശങ്ങളോ, തീരപ്രദേശമോ, കുറച്ച് ഭൂമി തന്നിട്ടല്ല, വാഗ്ദത്തം തന്നിട്ടല്ല, പകരം അതെ ഭൗതികമായി എന്തെങ്കിലും നന്മ തന്നിട്ടല്ല, അഭിഷേകം തന്നിട്ടാണ് ദൈവം നിന്നെ മാനിച്ചത്. ഇന്നാളുകൾ ദൈവം നിന്നെ മാനിക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകം തന്നിട്ടാണ്. ലേവി ഏത് കുടുംബത്തിലാണോ തകർക്കപ്പെട്ടത്, അതേ കുടുംബത്തിൽ അഭിഷേകം നൽകി ദൈവം മാനിച്ചു. ആ കുടുംബത്തിൽ ലേവ്യന്റെ അഭിഷേകം അനുഗ്രഹമായി തീർന്നു. ലേവ്യന്റെ അഭിഷേകം അവർക്ക് അനുഗ്രഹവും വിടുതലും ആയി തീർന്നു. നിങ്ങളെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ പ്രാർത്ഥനയെ കുറ്റം പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കാം. അവരുടെ കെട്ടുകൾ പൊട്ടുന്നത് നിങ്ങളുടെ അഭിഷേകത്തിലൂടെയാണ്. അമേരിക്കക്കാരനായ ബെന്നിഹിന്നോ അല്ലെങ്കിൽ ജർമ്മൻകാരനായ റെയ്നോഡ് ബോങ്കയുടെ അഭിഷേകമല്ല. നിങ്ങളുടെ അഭിഷേകം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നുഖത്തെ തകർക്കുവാൻ വേണ്ടി പോകുന്നു. കൊച്ചി മെറൈൻ ഡ്രൈവോ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്തിലോ അല്ല, നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകളിൽ ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ പോകുന്നു. നിങ്ങൾ ശാസിക്കുമ്പോൾ ചില ഭൂതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിടിവിക്കപ്പെടും. നിങ്ങളുടെ ഭവനത്തിലെ അംഗങ്ങളോട് നിങ്ങൾ അങ്ങോട്ട് ചേരുകയില്ല, പകരം അവർ നിങ്ങളോട് ചേരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, നീ അവരോട് ചേരുകയില്ല, അവർ നിങ്ങളോട് ചേരും. നിങ്ങളെ തൊട്ട് വിടിവിച്ചവരായ കർത്താവ് അവരെയും തൊട്ട് വിടിവിപ്പാൻ വേണ്ടി പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:31 കർത്താവ് യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ അഭിഷേകം നിങ്ങളുടെ ഭവനത്തിന്റെ നുഖത്തെ തകർക്കുക തന്നെ ചെയ്യും. അപ്പനായ യാക്കോബ് ഇട്ടതായ ശാപം സ്വർഗത്തിലെ ദൈവത്തിന്റെ അഭിഷേകത്താൽ ലേവിയുടെ ജീവിതത്തിൽ പൊട്ടിമാറി. ശ്രദ്ധിക്കണം, ശിമയോൻ ആ ശാപത്തിൽ അടിമപ്പെട്ടപ്പോൾ ലേവി മാനുഷികമായി യാക്കോബ് ഇട്ടതായ ആ ശാപത്തെ പൊട്ടിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷയിൽ പ്രവേശിച്ചു എങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റവും പ്രതിസന്ധിയുടെ ഭവനം, ഏറ്റവും ശപിക്കപ്പെട്ട സാഹചര്യം, ഏറ്റവും ബന്ധിക്കപ്പെട്ടതായ അനുഭവമെങ്കിലും നിങ്ങളുടെ അഭിഷേകം അതിനെ തകർത്ത് ദൈവത്തിന്റെ കൃപയാൽ ജയത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ സഹോദരങ്ങളെ? കാൽവരി ക്രൂശിൽ പരിഹാരവുമുണ്ട്. ഏറ്റവും വലിയ ശാപത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത്. ഭവനം അങ്ങനെയായിരിക്കാം,
ചിലന്തി വല തലങ്ങും വിലങ്ങും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഏറ്റവും വലിയ ശാപം നിങ്ങൾക്കുണ്ടെങ്കിൽ യേശു കർത്താവ് അതിന് പരിഹാരവും വരുത്തിയിരിക്കുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം ആയി തീർന്നു. എങ്ങനെ പറയാൻ കഴിയും യേശു കർത്താവ് നമുക്ക് വേണ്ടി ശാപമായെന്ന്? തിരുവചനം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, യേശുവിൻ്റെ തലമേൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ തിരുവചനം പറയുന്നു, മുള്ള് അത് ശാപത്തെ പ്രതിനിധീകരിക്കുന്നു. പറക്കാരിയും മുള്ളും ഈ ഭൂമിയിൽ നിന്ന് വളരുമെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ആ മുള്ള്, ആ ശാപം നിങ്ങളുടെ മേൽ ഇരിക്കാതിരിക്കേണ്ടത് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങുമ്പോൾ നിന്റെ പാപത്തിനും നിന്റെ ശാപത്തിനും നിന്റെ രോഗത്തിനും എന്ന് തുടങ്ങി നിന്റെ മരണത്തിന് വരെ ക്രിസ്തു യേശു പരിഹാരം വരുത്തി. യേശു നിങ്ങളുടെ ശാപങ്ങളെ ചുമന്നത് കൊണ്ട് ഇനി ഒരിക്കലും ശാപങ്ങൾക്ക് നിങ്ങളുടെ മേൽ വന്നിരിപ്പാൻ കഴിയത്തില്ല. ഞാൻ ആവർത്തിക്കട്ടെ, ജ്വലിക്കുന്ന മെഴുകുതിരിയുടെ മേൽ ഒരു ഈച്ചയ്ക്ക് വന്നിരിക്കാൻ കഴിയാത്തതുപോലെ യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന ഒരു ദൈവപൈതലിൽ ഒരിക്കലും ഒരു ശാപത്തിന് വന്ന് ഇരിപ്പാൻ കഴിയത്തില്ല. നസ്രേന യേശുവിൻ്റെ നാമത്തിൽ ശാപങ്ങൾ ഇന്ന് പകൽ പിന്മാറട്ടെ. അത് വ്യക്തിപരമായ ശാപമെങ്കിലും തലമുറയായിട്ടുള്ള ശാപമെങ്കിലും കുടുംബ ശാപമെങ്കിലും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ആ ശാപങ്ങൾ മുഴുവൻ വിട്ടുമാറട്ടെ. യേശുവിനോട് പ്രാർത്ഥിക്കാമോ? രക്ഷിക്കപ്പെടുക, യേശുവിനെ സ്വന്തം രക്ഷകനെ കർത്താവായി സ്വീകരിക്കുക, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ ശിമയി അപ്പൻ്റെ ശാപത്തിൽ തകർക്കപ്പെട്ടു. ലേവി അപ്പൻ്റെ ശാപം തകർന്ന് ആ കുടുംബത്തിന് തന്നെ അനുഗ്രഹമായതുപോലെ സകല ശാപങ്ങളെ തകർത്ത് നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ തന്നെ ഈ TV സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടി അധരം തുറന്ന് ഞാൻ പറയുന്ന ഈ പ്രാർത്ഥനാ വാചകം പറയുക. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എൻ്റെ പാപത്തിനും ശാപത്തിനും മരണത്തിനും കാരണഭൂതനായി ക്രൂശിന്മേൽ മരിച്ചു. അങ്ങ് അടക്കപ്പെട്ടു. എന്നാൽ 3-ാം നാളിൽ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞ്, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. അങ്ങേ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരിനെ അവിടുന്ന് എഴുതണമേ. പരിശുദ്ധാത്മാവിൽ നിറച്ച് എൻ്റെ ജയജീവിതത്തിനായി അവിടുന്ന് ഒരുക്കണമേ. വാസ്തവത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു എങ്കിൽ ശാപങ്ങൾ തകർക്കപ്പെടുകയാണ്, നുഖങ്ങൾ തകർക്കപ്പെടുന്നു, ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി നടക്കുന്നു, രോഗങ്ങൾ വിട്ടുപോകുന്നു. യേശുവിൻ്റെ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ ജയകരമായി സംഭവിക്കുന്നു.